നീലേശ്വരത്തിലെ ഇല്ലം ശാപങ്ങൾ കൊണ്ട് ക്ഷയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഇന്ന് നഗരത്തിൽ നിന്നും കാഴ്ച കാണാൻ വരുന്നവർക്ക് അതൊരു കാഴ്ച വസ്തുവാണ്. വളരെ വർഷങ്ങൾക്ക് മുന്നേ മാന്ത്രികരാൽ ശാപം കൊണ്ട ഒരു ദേവതയെ അവിടുത്തെ മാന്ത്രികപുരയിലെ തറയ്ക്കുള്ളിൽ ഒരു പെട്ടിയിൽ അടച്ചു വച്ചിരുന്നു. കാലാന്തരങ്ങളിൽ അതൊരു ശിലയായി രൂപം പ്രാപിച്ചിരുന്നു. എന്നാലും ഇല്ലത്ത് വെച്ച് ശാപം ഏറ്റുവാങ്ങിയ ദേവതയുടെ കൂടെ ഇല്ലവും ക്ഷയിച്ചു തുടങ്ങി. അവിടെ വരുന്ന കാഴ്ചക്കാർ ആരും തന്നെ മാന്ത്രികപുരയിലേക്ക് പോവാതെ ശ്രദ്ധിക്കുമായിരുന്നു. എന്നാൽ നഗരത്തിൽ നിന്നും വന്ന ഒരു ചെറുപ്പക്കാരൻ പുരാവസ്തു ഗവേഷണവുമായി ബന്ധപ്പെട്ട് അല്പദിവസം ഇല്ലത്ത് തങ്ങുകയുണ്ടായി. അദ്ദേഹം തിരികെ മടങ്ങാനൊരുങ്ങുന്ന അന്നേ ദിവസം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ മാന്ത്രികപുരയുടെ വാതിലുകൾ ഉടക്കി. ആരുടെ സമ്മതവും കൂടാതെ മാന്ത്രികപുരയുടെ വാതിലുകൾ അയാൾക്ക് മുന്നിൽ തുറന്നു. അകത്തു ചെന്ന് ചുറ്റുപാടും നോക്കി. അപ്പോഴാണ് തറയിൽ ഭദ്രമായി അടച്ചിട്ടിരിക്കുന്ന ഒരു ചിത്രപ്പെട്ടി അദ്ദേഹം കണ്ടത്. ഉടനെ തന്നെ അയാൾ ആ പെട്ടി തുറന്നു. എന്നാൽ അതിനുള്ളിൽ ഒരു സ്ത്രീയുടെ ശില്പമായിരുന്നു. അതിൽ തൊടാൻ ഒരുങ്ങുമ്പോഴേക്കും പുറകിൽ നിന്നും വിളി വന്നു. മന്ത്രപുരയിൽ അനുവാദമില്ലാതെ പ്രവേശിച്ചതിന് ശിക്ഷണവും കേട്ടു. അന്ന് രാത്രി പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചിതൽ പോലെ എന്തോ ഒന്ന് പടരാൻ തുടങ്ങിയത്. അതിനുശേഷം അടുത്ത രാത്രിയിൽ വിചിത്രമായ ഒന്നായിരുന്നു സംഭവിച്ചത്. അവന്റെ നാവുകളിൽ പുഴുവരിക്കാൻ തുടങ്ങിയിരുന്നു. മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ശരീരം മൊത്തം ഉരുകിയൊലിച്ച് ആ ശരീരം മാന്ത്രികപുരയിലെ ചിത്രപ്പെട്ടിയിലേക്ക് മടങ്ങി.